നിങ്ങളൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഫാൻ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു മൂവിയാണ് 2018 ഇറങ്ങിയ ബേണിംഗ് എന്ന് പറഞ്ഞ കൊറിയൻ മൂവി. ഇതൊരിക്കലും ഒരു നോർമൽ ത്രില്ലർ മൂവി അല്ല. വളരെ ക്വൈറ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിലോട്ട് കയറി പോകുന്ന, എന്നാൽ സിനിമ കഴിഞ്ഞാലും വീണ്ടും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പോകുന്ന ഒരു മൂവിയാണ് ബേണിംഗ്. ഇതിന്റെ ഓരോ സീനും വളരെ കാം ആണെങ്കിലും എന്തോ റോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓരോ കോൺവെർസേഷൻ നോർമൽ ആണെങ്കിലും സംഹൗ ഡിസ്റ്റർബിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. മൂവി മുന്നോട്ട് പോകുന്നതോടെ അത് പാതിയെ നിങ്ങളുടെ മൈൻഡിനെ കൺഫ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൊറിയൻ സിനിമയിലെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ത്രില്ലറിലെ ഒന്നായ ദ ബേണിംഗിനെ കുറിച്ചാണ്. ഈ സിനിമ ഫോളോ ചെയ്യുന്നത് ജംഗ്സു എന്ന ഒറ്റപ്പെട്ട ജീവിതത്തിൽ വലിയ ഡയറക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു യുവാവിനെ കുറിച്ചാണ്. ജംഗ്സു താമസിക്കുന്നത് നോർത്ത് കൊറിയൻ ബോർഡറിന്റെ അടുത്തായിട്ടാണ്. ഒരിക്കൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ഹൈമിയെ അവൻ വീണ്ടും കാണും. ജംഗ്സുവിനെക്കാട്ടിലും ടോട്ടലി ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആയിരുന്നു ഹൈമിക്ക്. ഫ്രീ ആയ സ്വഭാവം, അൺപ്രഡിക്റ്റബിൾ ആയ ബിഹേവിയർ, കൂടാതെ ഒരു മിസ്റ്റീരിയസ് വൈബും അവിടെ ഉണ്ട്. പതിയെ അവർ രണ്ടുപേരും നല്ല രീതിക്ക് അടുക്കും. വളരെ നാളുകൾക്ക് ശേഷമായിരുന്നു ജംഗ്സുവിന് ആരോടെങ്കിലും ഇമോഷണലി കണക്ട് ആയി ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്. ഓവർസീ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് ഹൈമി തന്റെ ക്യാറ്റിനെ നോക്കാനായിട്ട് ജംഗ്സുവിനെ ഏൽപ്പിക്കുന്നു. അവള് തിരികെ വരുന്നത് കാത്തിരുന്ന സമയത്ത് ജംഗ്സുവിന് അവളോട് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. പക്ഷെ ഹൈമി അവിടുന്ന് ഒറ്റയ്ക്കല്ലായിരുന്നു തിരിച്ചു വന്നത്. അവൾ ജംഗ്സുവിന് അവളോടൊപ്പം വന്ന ബെൻ എന്ന വളരെ റിച്ചും കറസ്മാറ്റിക്കും ആയിട്ടുള്ള ആളെ പരിചയപ്പെടുത്തുന്നു. ബെൻ ഈ സ്റ്റോറിയിൽ എൻ്റർ ചെയ്യുന്ന നിമിഷം മുതൽ ഈ സിനിമയുടെ മുഴുവൻ അറ്റ്മോസ്ഫിയറും മാറും. ബെൻ വളരെ കാം ആണ് ആൻഡ് റിച്ചും ആണ്, ബട്ട് അവനിൽ എന്തോ സ്ട്രേഞ്ച് ആയ ഒരു ഫീലിംഗ് ഉണ്ട്. അവന്റെ വർക്ക് എന്തുവാന്ന് പോലും അവൻ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അവൻ എപ്പോഴും സ്മൈൽ ചെയ്യും ആൻഡ് വളരെ പൊളൈറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ബട്ട് അവന്റെ ഓരോ എക്സ്പ്രഷനിലും എന്തോ അൺനാച്ചുറൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ജംഗ്സുവിന് ബെന്നിനെ കുറിച്ച് വളരെ വിയർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ബട്ട് അതിന്റെ കാരണം അവന് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇവര് മൂന്നുപേരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ജംഗ്സു ബെന്നിന്റെ ബിഹേവിയർ പതിയെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നു. നോർമൽ കോൺവെർസേഷൻ പോലും വളരെ സസ്പീഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ബെൻ കാഷ്വലി പറഞ്ഞ ചില കാര്യങ്ങൾ ജംഗ്സുയെ കൂടുതൽ പാരനോയിഡ് ആക്കുന്നു. പിന്നെ ഈ സിനിമ ഒരു സൈക്കോളജിക്കൽ മിസ്റ്റേക്ക് മാറും. അവിടെ ഓഡിയൻസ് തന്നെ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ബെന്നിനെ വിശ്വസിക്കാമോ അതോ ജംഗ്സു ഇതെല്ലാം ഓവർ തിങ്ക് ചെയ്യുവാണോ? ബേണിങ്ങിനെ സ്പെഷ്യൽ ആക്കുന്നത് അതിന്റെ സ്ലോ ടെൻഷനാണ്. ജംസ്കേർസോ ഈ ലൗഡ് മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ ഈ സൈലൻസും ഔട്ട്കൗട്ട് മൂവ്മെന്റ്സും പിന്നെ ചെറിയ ചെറിയ ഡീറ്റെയിൽസും വെച്ചാണ് ഈ സിനിമ ടെൻഷൻ ബിൽഡ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ ഒരു സാധാരണ സ്മൈല് പോലും ത്രെട്ടണിങ് ആയിട്ട് ഫീൽ ചെയ്യും. ഈ ഒറ്റപ്പെടലും ഒബ്സഷനും പിന്നെ മറ്റൊരാളെ ഫുള്ളി മനസ്സിലാക്കാൻ പറ്റാത്ത ഭയവും ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ് ബേണിംഗ്. സോ ഈ ബേണിംഗ് വരെ നിങ്ങളുടെ മൈൻഡിൽ കയറുന്ന സിനിമ വളരെ റയർ ആണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.